ലണ്ടനിൽ പോയ കഥ പറയാം. ഇവിടെ ഞങ്ങൾ എത്തിയിട്ടിപ്പോൾ രണ്ടാമത്തെ ദിവസമായി. ആദ്യത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ലണ്ടൻ നഗരവീഥികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നതും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗറിന് മാത്രമായിട്ട് കുറേ വീഡിയോസും പിന്നെ ലണ്ടൻ ബ്രിഡ്ജും ടവർ ബ്രിഡ്ജും അവിടെ ഇവിടെയൊക്കെ കാണുന്ന കുറച്ച് വീഡിയോസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഈ വീഡിയോ ഇടാം. സത്യം പറഞ്ഞാൽ ഞാൻ ലണ്ടനൊക്കെ കാണുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം കേട്ടോ. എന്തായാലും നമ്മളിപ്പം ഇവിടെ എത്തി. അപ്പോൾ ഇവിടേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറേ അന്വേഷണങ്ങൾ നടത്തുമല്ലോ. എന്തൊക്കെ ചെയ്യണം, എവിടേക്ക് പോകണം, എന്തൊക്കെ കാണണം, അങ്ങനെയൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മെയിനായിട്ട് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ആ ഡബിൾ ഡെക്കർ ബസ്സിൽ, റെഡ് ബസ്സിൽ കയറണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആഗ്രഹം തീർത്ത് റെഡ് ബസ്സിൽ കയറിയെന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയതും വന്നതും എല്ലാം ആ ബസ്സിലായിരുന്നു. വിചാരിച്ച പോലെ തന്നെ അതിനകത്തിരുന്നുകൊണ്ട് താഴേക്ക് വെളിയിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇനിയും ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൻ്റെ മേലെ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നത്. മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് സ്വന്തമായിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പിക്കഡിലി സർക്കസ് എന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂയോർക്കിലെ ഫേമസ് ടൈംസ് സ്ക്വയർ ഒക്കെ പോലെ അവിടെയും വലിയൊരു സ്ക്രീനിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരും. അതേപോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ ന്യൂയോർക്കിൽ ഞാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല കേട്ടോ. പക്ഷെ അത് ഭയങ്കര ഫേമസ് ആണല്ലോ. അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഇവിടെ കാണുക. അപ്പോൾ അത് കാണാനാണ് മെയിനായിട്ട് പോകുന്നത്. അവിടെ എത്താനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. ബിൽ ബോർഡ്സ് ദൂരെ നിന്ന് കണ്ട ഉടനെ തന്നെ ഫോട്ടോസ് വീഡിയോസ് എന്ന് പറഞ്ഞ് ചാടാൻ തുടങ്ങി. എന്തായാലും അങ്ങോട്ടേക്ക് പോകെ ക്രൗഡ് കൂടി വരുന്നുണ്ടായിരുന്നു. 2 ദിവസം ലണ്ടനിൽ താമസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ഭയങ്കര ബിസിയാണ്. ഞാൻ റോഡിലൂടെ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് ആൾക്കാർ ഭയങ്കര ബിസിയായിട്ട് ആരെയും ശ്രദ്ധിക്കാൻ പോലും സമയമില്ലാതെ ഇങ്ങനെ സ്പീഡിൽ നടന്ന് പോകുന്ന ആൾക്കാരായിരുന്നു ഓരോരുത്തരുടെ കാര്യങ്ങളും ജോലിയും തിരക്കും ഒക്കെ ആയിട്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു മെയിനായിട്ടുള്ള കാര്യം ഇവിടെയുള്ള പല ബിൽഡിങ്സിൻ്റെയും ആർക്കിടെക്ചറും ഇന്ത്യയിലുള്ള പഴയ ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ ആയിട്ട് ഒത്തിരി സിമിലാരിറ്റീസ് തോന്നി. അതിനുള്ള റീസൺ നമുക്കറിയാം. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരുപാട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന പല ബിൽഡിങ്സും കാണുമ്പോൾ ഇന്ത്യയിലുള്ള പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ തിരക്ക് പിടിച്ചോടുന്ന ജനങ്ങൾക്കിടയിൽ നിന്നിട്ടാണെങ്കിൽ പോലും ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ബിക്കോസ് നമുക്കിതൊരു മെമ്മറി അല്ലേ ഉള്ളൂ. പിന്നെ നമ്മളിനി എപ്പോൾ ലണ്ടൻ കാണാൻ എന്നൊരിതുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ വേസ്റ്റ് ആക്കാതെ ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ഇതെല്ലാം ഞാൻ ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്ന കാര്യങ്ങളാട്ടോ. ഈ അണ്ടർഗ്രൗണ്ട് സൈൻ ബോർഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ, പിന്നെ ഈ റെഡ് ബസ്, പിന്നെ ഈ ബിൽ ബോർഡ്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടെ പോയി 2ാമത്തെ ദിവസം തന്നെ പനി പിടിച്ചു. 2 പേർക്കും പനി പിടിച്ചു. പിന്നെ ഭയങ്കര ക്ഷീണവും ഭയങ്കരമായിട്ട് നടക്കാനൊന്നും വയ്യ. നടന്ന് കറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മാക്സിമം റെസ്റ്റ് എടുത്ത് ടാബ്ലറ്റൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ റിക്ഷ പോലെ പോകുന്ന വണ്ടിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് അത് കാണുമ്പോൾ എനിക്കൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ എത്തിയ പോലെ തോന്നിക്കൊണ്ടിരുന്നത്. അതിങ്ങനെ ടൂറിസ്റ്റിനെ കാണാൻ അട്രാക്റ്റ് ചെയ്യാനാണ് തോന്നുന്നതിൽ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ലൈറ്റൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ നമ്മളുടെ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ ട്രാഫിക് സിഗ്നലിനെ പറ്റി പറഞ്ഞാൽ അത് ശരിക്കും എനിക്ക് കോമഡി ആയിട്ട് തോന്നി. കാരണം ഞാൻ വേറെ നാട്ടിൽ നിന്നൊക്കെ അവിടെ പോയതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് റൂൾസൊക്കെ ഫോളോ ചെയ്ത് ഇതിൽ കറക്റ്റ് നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഗ്രീൻ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഗ്രീനായിട്ട് മാത്രം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടെ നിന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ക്രോസ് ചെയ്ത് പോവും. ഗ്രീൻ ആവാനൊന്നും ആരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറേ അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ മാത്രം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നലെ പോയപ്പോൾ ഞാൻ തന്നെയായിരുന്നു നടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ക്രോസിങ് വരുമ്പം ആ സീബ്രയുടെ അവിടെ പോയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും, പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പം എൻ്റെ ചുറ്റിയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഞാനിങ്ങനെ അവർ നോക്കും, ഇപ്പോൾ ക്രോസ് ചെയ്യാമോ അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ഇപ്പോൾ വണ്ടി വരില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൽ അങ്ങനെ ക്രോസ് ചെയ്യാൻ തോന്നുന്നു. നമ്മൾ നാട്ടിലൊക്കെ ക്രോസ് ചെയ്യുന്ന പോലെ.
ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ക്യൂപ്പിഡിൻ്റെ സ്റ്റാച്ചുവാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി ആൾക്കാരെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബ്ലർ ചെയ്ത് വെച്ചു. ഇങ്ങനെ ഈ സിറ്റിയിൽ എവിടേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി ശില്പങ്ങൾ, ഒത്തിരി സ്റ്റാച്യൂസ് കാണാൻ പറ്റും. ഒരുപാട് ബിൽഡിങ്സ് ആണെങ്കിലും എല്ലാത്തിലും നിറയെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് അതിനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുണ്ടാകും. എന്ത് വലിയ ബിൽഡിംഗ് ആണെങ്കിലും ചെറിയ ഹോട്ടൽസ് ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു യുണീക്ക് ഒരു ബ്യൂട്ടി ഉണ്ടാവും. കാരണം എല്ലാത്തിലും എന്തെങ്കിലും കൊത്തുപണികളുണ്ടാവും. ഇപ്പോൾ ഉള്ളൊരു മോഡേൺ ബിൽഡിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുണ്ടാകും, സ്ക്വയർ അങ്ങനെയൊക്കെയല്ലേ. അതൊന്നും അല്ലാതെ കുറേ കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പഴയ ആർക്കിടെക്ചർ സ്റ്റൈലിൽ അതാണെന്ന് തോന്നുന്നു ഈ സിറ്റീനെ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് കാണിക്കുന്നത്. എനിക്ക് ഈ ലണ്ടൻ കറങ്ങിയതിൽ ഭയങ്കര ഫേവറേറ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ലൈവ്ലി ആയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പ്രത്യേക ഫീലായിരുന്നു ഇവിടെ. അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഇപ്പം ലണ്ടൻ ബ്രിഡ്ജൊക്കെ പോയി കണ്ടു, പക്ഷേ എനിക്കതൊന്നും അത്രയ്ക്ക് കണ്ടു അങ്ങനത്തെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കാണാം, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഒരു സ്ഥലം കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഉണ്ടായത്. ഇനിയും കുറേ സമയം അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണണ്ടേ. അതുകൊണ്ട് നമ്മൾ പിന്നെ സമയം കുറവായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോയി. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ലാൻഡ് മാർക്സ് ഒക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് തോന്നുന്നു ഒരു ട്രിപ്പിലൊന്നും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കൂടി ഇവിടുത്തെ ഓരോരോ സ്ട്രീറ്റും ഓരോരോ പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങളാണ്. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ ബാഗൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അതിനടുത്തുള്ള സ്ട്രീറ്റ്സിലൊക്കെ ഇങ്ങനെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചുമ്മാ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. അവിടെയുള്ള കുറേ കടകളിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ബസ് എടുത്ത് പോയിട്ട് കുറച്ചുകൂടി സിറ്റിയിലേക്ക് വന്നിട്ട് സിറ്റിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്ന് കുറേ രാത്രി വരെ. അന്ന് എത്ര നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു കണക്കില്ല, അത്രയ്ക്ക് നടന്നിട്ടുണ്ടാവും. ഓരോ സ്ഥലത്ത് ബസ് ഇറങ്ങി അവിടെ നിന്ന് കുറേ നടന്നു. എല്ലാം ഇങ്ങനെ കുറച്ച് 1 കിലോമീറ്റർ 500 മീറ്ററൊക്കെ ദൂരത്തിൽ ഓരോരോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നടക്കും. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി അന്ന് നടന്നു. രാത്രി വരെ ഒത്തിരി നടന്ന് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറിയാണെന്ന് പറയാം. കാരണം പുതിയ സ്ഥലം, പുതിയ കാഴ്ചകൾ, പുതിയ ബിൽഡിങ്സ്, ഞാൻ കാണാത്ത ബിൽഡിങ്സ് എല്ലാം. അപ്പം അത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം. നമുക്ക് ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ കാണണം എന്നില്ലായിരുന്നു. ഇതേ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്ക് കറങ്ങാൻ പോയതിൽ ഞാൻ ഭയങ്കര ബോറായി. എനിക്ക് ഭയങ്കര ബോറടിച്ചു മീൻസ് ഞാനൊത്തിരി വീഡിയോ ഒക്കെ എടുത്തു, പക്ഷെ എനിക്കിങ്ങനെ ഒറ്റയ്ക്കായതിൻ്റെ ഒരു ചടപ്പും മടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കിപ്പം ഒരു ഏട്ടനും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട്, ഒരു കമ്പനി ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസമാണ് എനിക്ക് കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയത്. ആദ്യത്തെ ദിവസം ഞാൻ പിന്നെ ഒരു ഡേ വേസ്റ്റ് ചെയ്യണ്ടല്ലോ, വെറുതെ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങിയിട്ടൊന്നും കിട്ടാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കറങ്ങാൻ പോയതാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമറയും ഫോണും സെൽഫി സ്റ്റിക്കും പൊക്കി പിടിച്ചുകൊണ്ടിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കുറേ കണ്ടു ഒരുപാട് കാഴ്ചകൾ. ബട്ട് അത് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുത്തു അത്രമാത്രം. എനിക്ക് പൊതുവെ ഇങ്ങനെ തന്നെ നടക്കുന്നത്, തന്നെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതൊരു വന്നിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇന്നലെ ആണെങ്കിൽ ഞാൻ കറങ്ങാൻ പോയത് ലണ്ടൻ ബ്രിഡ്ജ് കാണാനായിരുന്നു. അപ്പം ആ ഭാഗത്ത് അവിടെ നിന്ന് ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പം മെയിനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഈ റെഡ് ടെലിഫോൺ ബൂത്ത്. അത് നമ്മൾ മൂവീസിലൊക്കെ കാണും, പിന്നെ എല്ലാ ഫോട്ടോസിലും എല്ലാവരും ഈ ടെലിഫോൺ ബൂത്തിലിരുന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ ആയിരിക്കും എനിക്കും അങ്ങനെ ഫോട്ടോ എടുക്കണം. അപ്പം
ഇന്നലെ ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ റോഡിലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു, ഇവിടെ ടെലിഫോൺ ബൂത്തൊന്നും കാണാനില്ലല്ലോ എന്ന്. പിന്നെ ഒത്തിരി ഇങ്ങോട്ട് നടന്നെത്തിയപ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും ഇതേപോലെ ഉണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നിന്നിട്ട് ക്യൂ ഒക്കെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ താമസിച്ച ഹോട്ടലിന് തൊട്ടടുത്തൊരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. അപ്പം അവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തോട്ടോ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആ ഫോട്ടോ കാണിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ആ ടെലിഫോൺ ബൂത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്തൊക്കെയോ മെയിൻ്റനൻസ് എന്തൊക്കെയോ നടക്കുക. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കുറേ ഇതൊക്കെ കോലൊക്കെ കുത്തി വെച്ചിട്ടിങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ഫോട്ടോയിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് കാണുന്നത്, ബൂത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇങ്ങനെ ടെലിഫോൺ ബൂത്ത് എവിടെയെങ്കിലും കണ്ടില്ലെങ്കിലോ ഇത് ഇവിടെ നിന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തു ഫോട്ടോസ്. പിന്നെ നോക്കി എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലണ്ടനിലെ ഫേമസ് ആയിട്ടുള്ള സെനോടാഫിൻ്റെ മുന്നിലാണ്. ഇത് നാഷണൽ വാർ മെമ്മോറിയലാണ്. അപ്പം യുദ്ധത്തിൽ ജീവൻ ബലി കൊടുത്തിട്ടുള്ള സോൾജേഴ്സിനും സിവിലിയൻസിനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മാരകം. എല്ലാ വർഷവും റിമംബറൻസ് സൺഡേക്ക് ഇവിടെ ഈ യുദ്ധത്തിൽ ജീവൻ പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടത്താറുണ്ട്. ബ്രിട്ടീഷ് റോയൽ ഫാമിലിയും ഗവൺമെൻറ്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ വന്നിട്ട് ഇവിടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു പഞ്ചാബി ഫാമിലിയൊക്കെ വന്നു. അവരും അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ അവർക്ക് ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തു, ബായൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി. അതേപോലെ ഇവിടെ ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്. നമ്മൾക്ക് ഇവിടെ വന്ന ഒരു ഒറ്റപ്പെടൽ ഫീലാവില്ല. ബിക്കോസ് ഏതൊരു ക്രൗഡിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു 4-5 ഇന്ത്യൻസിനെ തന്നെ, ഇൻഡിയൻസ് എന്ന് പറയണ്ട, മലയാളീസിനെ തന്നെ കാണാമെന്ന് പറയാം. അത്രയും ഇന്ത്യൻസും മലയാളീസും ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ട്രഫാൽഗർ സ്ക്വയറിലേക്കാണ്. അവിടെ തന്നെ നമുക്ക് വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ആർട്ട് ഗാലറീസിലൊന്നായിട്ടുള്ള നാഷണൽ ഗാലറി അവിടെ കാണാൻ പറ്റും. അത്രയ്ക്ക് കലാസ്നേഹി അല്ലാത്തതുകൊണ്ട് പുറത്തേ നിന്ന് എത്തി നോക്കിയിട്ട് ഇറങ്ങിപ്പോന്നു. ഇവിടെ നമുക്ക് ആർട്ടും ഹിസ്റ്ററിയും സിറ്റി ലൈഫിൻ്റെ തിരക്കും എല്ലാം ഒരേ ഒരു കാഴ്ചയിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ കാണാൻ പറ്റും. ഈ നാഷണൽ ഗാലറിയുടെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒത്തിരി ആൾക്കാർ ആ സമയത്തും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് നാഷണൽ ഗാലറിയുടെ അടുത്തുള്ള ഒരു സ്റ്റാച്ചു ആണ്. 19-ാം നൂറ്റാണ്ടിലുള്ള ഒരു ബ്രിട്ടീഷ് രാജാവിൻ്റെ ബ്രോൺസ് സ്റ്റാച്ചു ആണിത്. ഇവിടെ ഇങ്ങനെ എല്ലാ സ്ട്രീറ്റിലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാച്ചു ഉണ്ടാവും. ഓരോ സ്ട്രീറ്റിലും ഓരോ സ്റ്റാച്ചുവിലും ഓരോ കഥകൾ പറയാനുണ്ടാവും, ഓരോ ഹിസ്റ്ററി ഉണ്ടാവും. അങ്ങനെ സിറ്റി മൊത്തം ഹിസ്റ്ററിയുടെ ഓരോരോ ഹിൻസാണ് ഇട്ട് വെച്ചിരിക്കുന്നത് സ്റ്റാച്ചു ആയിട്ട്. ഈ ലേഡി വന്നിട്ട് ഫ്ലവർ കയ്യിൽ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത്, പിന്നെ അവർ വന്ന് പൈസ ചോദിക്കും. അപ്പോൾ അതവർ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതുപോലത്തെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഫ്ലവർ വിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഈ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമായതുകൊണ്ട് അതുപോലത്തെ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു. ആക്ച്വലി ട്രഫാൽഗർ സ്ക്വയറിൽ എന്തോ ഒരു ഇന്ത്യൻസ് കണ്ടക്ട് ചെയ്യുന്ന എന്തോ ഒരു ഐ തിങ്ക് നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് അവർ കണ്ടക്ട് ചെയ്യുന്ന എന്തോ ഒരു ഈവൻറ്റിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റേജൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ കുറേ ബാരിക്കേഡ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. വീണ്ടും ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അവിടെ കണ്ട സ്റ്റാച്യൂസ്, അതിനകത്ത് ബിൽഡിങ്സൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും നടന്ന് പോയി. എന്നിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഇന്ത്യൻ ഫുഡ് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ
നടക്കാൻ തുടങ്ങി. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ബിരിയാണി ഒരു 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 ഹിന്ദിക്കാരുടെ കടയിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത് നല്ല ഇഷ്ടമായി. ആക്ച്വലി ഇവിടെ ഇന്ത്യൻ ഹോട്ടൽസൊക്കെ ഒത്തിരി ഉണ്ട്. ഇന്ത്യൻ ഫുഡ് കിട്ടാൻ ക്ഷാമമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അടയ്ക്കുന്നതിന് മുന്നേ ഒത്തിരി ലേറ്റായി കഴിഞ്ഞാൽ ചിലപ്പം ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ലല്ലോ. അങ്ങനെ ഇനി ഫുഡ് തപ്പി പോകണം. പോകുന്ന വഴിക്കും ഈ പറഞ്ഞ പോലെ കാണുന്ന സ്റ്റാച്യൂസ്, ഭംഗിയുള്ള സ്ഥലങ്ങൾ, കാഴ്ചകളൊക്കെ കണ്ടും അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തും അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ 1-2 ഷോപ്സിലൊക്കെ കയറി. അങ്ങനെ അന്നത്തെ ഡേ പോയി. പിന്നെ ഞങ്ങൾ ഒത്തിരി ലേറ്റായി. ബസ്സിലാണ് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പറഞ്ഞ് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഇവിടെ ഇപ്പോൾ 1:30 സമയം. ഈ സമയത്താണ് ഞാനിരുന്ന് വോയിസ് ഓവർ ചെയ്യുന്നത്. എനിവേസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക് ലണ്ടൻ കറങ്ങുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരും. അത് കാണണം കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.